മനുഷ്യക്കടത്ത് കേസിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ പ്രതിയെ 5 മാസത്തിന് ശേഷം കോഴിക്കോട് നല്ലളം പോലീസ് പിടികൂടി. അസം സ്വദേശി നസീദുൽ ഷെയ്ഖിനെ ഭവാനിപൂരിൽ നിന്നാണ് നല്ലളം പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുത്തത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. 2023 ഒക്ടോബറിലാണ് അസം സ്വദേശി നസീദുൽ ഷെയ്ഖ് പ്രണയം നടിച്ച് 15-കാരിയെ തട്ടിക്കൊണ്ടുപോയത്. കോഴിക്കോടായിരുന്നു സംഭവം നടക്കുമ്പോൾ പെൺകുട്ടിയും കുടുംബവും താമസിച്ചിരുന്നത്. ഇവരുടെ വീടിനടുത്ത് താമസിച്ചിരുന്ന പ്രതി വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ 15-കാരിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി ലൈംഗിക ചൂഷണത്തിന് വിധേയയാക്കുകയും ശേഷം ഹരിയാന സ്വദേശിക്ക് 25,000 രൂപയ്ക്ക് വിൽക്കുകയുമായിരുന്നു. പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ മിസ്സിംഗ് കേസ് അന്വേഷിച്ച പോലീസ് ഹരിയാനയിലെ ബുന എന്ന സ്ഥലത്തു വെച്ച് പെൺകുട്ടിയെ കണ്ടെത്തി. പിന്നാലെയാണ് നസീദുൽ ഷെയ്ഖിനെ പോലീസ് കണ്ടെത്തിയത്. പിടികൂടി കൊണ്ടുവരുന്നതിനിടെ ബീഹാറിൽ വെച്ച് ഇയാൾ ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രതി ചാടിപ്പോയ സംഭവത്തിൽ നല്ലളം പോലീസ് SI ഉൾപ്പെടെ 4 പേരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. അസം പോലീസിന്റെ സഹായത്തോടെയാണ് നസീദുൽ ഷെയ്ഖിനെ പിടികൂടിയത്. സിറ്റി പോലീസ് കമ്മീഷണർ, അതുപോലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ, ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇവരുടെ നിരന്തരമായ ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ട് ഈ പ്രതി ആസാമിൽ തന്നെ ഉണ്ടെന്നുള്ള അറിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നല്ലളം പോലീസ് സ്റ്റേഷനിലെ ഒരു ടീം കഴിഞ്ഞ ഏപ്രിൽ 24-ന് ആസാമിലേക്ക് തിരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് 5-ന് അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യും. തിരിച്ച് അവർ ഇവരെയും കൂട്ടിയിട്ട് ഇന്നലെ അവിടെ എത്തിയിട്ടുള്ളതാണ്. പെൺകുട്ടിയെ വാങ്ങി വിവാഹം കഴിച്ചയാളെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. കേസിലെ 2ാം പ്രതിയായ നസീദുൽ ഷെയ്ഖിന്റെ അച്ഛൻ ഇപ്പോഴും ഒളിവിലാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.